Hi, hello. Welcome to Competitive Cracker. എൻ്റെ പേര് അനുശ്രീ. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ആണെങ്കിലും LGSന്റെ ആണെങ്കിലും നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് ഇനിയിപ്പം ഇത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. ഡിഗ്രി യോഗ്യത ഉള്ളവർക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. പിന്നെ ഇതിപ്പം എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് പഠിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുമോ, ഇതിന്റെ സിലബസിലൊക്കെ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു 2 എക്സാമിനെയും കൂടി നമുക്ക് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോവാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം അതിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഒരു 2 പരീക്ഷയുടെയും സിലബസിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം അത് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് കമ്പനി ബോർഡ് LGSന്റെ സിലബസും അപ്പർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കോമൺ സിലബസുമാണ്. സോ ഇവിടെ എന്താണ് സിമിലാരിറ്റി ഉള്ളതെന്ന് നോക്കിക്കേ. നിങ്ങൾ ഇവിടെ നോക്കിയോ, പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ 40 മാർക്ക് കിടപ്പുണ്ട്. അപ്പുറത്തെ സൈഡില് ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് അവിടെ വിടാം. ഇവിടം വരെ കൊടുത്തിരിക്കുന്നത്. അവിടെ വരെയുള്ള പോർഷനിൽ നമുക്ക് ഏകദേശം 45 മാർക്കോളം ഉണ്ട്. അതായത് ഇവിടെ 40 മാർക്ക്, അവിടെ 45 മാർക്കോളമാണ് ഇത് വരുന്നത്, പൊതുവിജ്ഞാനത്തിന്റെ ഏരിയയിൽ വരുന്നത്. ഇനി ഇവിടുത്തെ പൊതുവിജ്ഞാനം എന്നുള്ള ഏരിയയുടെ ഉള്ളിൽ വരുന്നതും ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ എക്കണോമിക്സ് തുടങ്ങിയ മേഖലകൾ തന്നെയാണ്. അപ്പം ഇവിടെ രണ്ടിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി ലെവൽ പരീക്ഷയാകുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഡെപ്ത് ലെവലിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ LGSനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചും കൂടി ലെവൽ കൂടിയ ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും എങ്ങനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാന്ന് ചോദിച്ചാൽ, നിങ്ങൾ എപ്പോഴും ഏത് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും കൃത്യമായിട്ടും ഒരു ഡിഗ്രി ലെവലിൽ പഠിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതുന്ന ബാക്കി എല്ലാ പരീക്ഷകൾക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പം എന്തായാലും ഡിഗ്രി ലെവൽ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പഠനം ആരംഭിക്കുക. അതിൻ്റെ കൂടെ തന്നെ ബേസിക് ഫാക്റ്റുകൾ, ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുകയാണെങ്കിൽ അതാ ഇവിടെ LGSന്റെ പേപ്പറിൽ ഹെൽപ്പ് ആവും. അപ്പൊ നമുക്ക് അവിടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിക്കൊണ്ട് കോൺസെപ്റ്റുകൾ പഠിക്കുമ്പം അത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഹെൽപ്പ് ആവുന്നു. ഫൗണ്ടേഷൻ എന്തിന് ഹെൽപ്പ് ആവുന്നു, ഫൗണ്ടേഷൻ ബേസിക് കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് നമ്മുടെ LGSന് ഹെൽപ്ഫുൾ ആവുന്നു. അടുത്തത് ആനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ 20 മാർക്കുണ്ട്. എന്നാൽ നമ്മുടെ ഡിഗ്രി ലെവൽ സിലബസിൽ അവിടെ ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫേഴ്സിന് പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ചൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് അതിന്റെ അർത്ഥം അവിടെ പ്രിലിംസിന് കറണ്ട് അഫേഴ്സ് ചോദിക്കില്ല എന്നല്ല. അവിടെയും ചോദിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഈ ഹിസ്റ്ററിയിലാണെങ്കിലും ജോഗ്രഫി, ഇക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ മേഖലകളിലൊക്കെ, അതുപോലെ തന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് തുടങ്ങിയ മേഖലകളിലൊക്കെ എന്ത് ചെയ്യുന്നു, അവിടെയൊക്കെ കറണ്ട് അഫേഴ്സ് കയറി ചോദിക്കുന്നു. പ്രത്യേകിച്ച് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ തുടങ്ങിയ മേഖലകളിൽ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ CA കൂടുതലായിട്ട് ചോദിക്കും. സോ ഇവിടെ നമ്മൾ 20 മാർക്കിന്റെ CAക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്തിനും സഹായകമാകുന്നു. അപ്പുറത്തെ സൈഡിൽ നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കുന്ന, അതായത് ആർട്സിനും സ്പോർട്സിനും ലിറ്ററേച്ചറിലൊക്കെ കയറി വരുന്ന കറണ്ട് അഫേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താവും, ഹെൽപ്ഫുൾ ആകും. സോ അവിടെ കറണ്ട് അഫേഴ്സിനെ നമുക്ക് ആ രീതിയിൽ സമീപിക്കാം. ഇനി സയൻസിൽ ഇവിടെ 10 മാർക്കാണ് വരുന്നത്. പ്രിലിംസിന്റെ സിലബസിൽ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് 5 മാർക്കാണ്. ആ പ്രിലിംസിന്റെ സിലബസിൽ വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയും ഇവിടെ വരുന്ന സയൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം നമുക്ക് പ്രിലിംസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒന്നും അങ്ങനെ കാര്യമായിട്ട് പഠിക്കാനില്ല. പക്ഷെ ശ്രദ്ധിക്കുക, നമുക്ക് എവിടെയുണ്ട്, മെയിൻസിൽ കൃത്യമായിട്ടും എന്തുണ്ട്, കൃത്യമായിട്ടും ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കാനുണ്ട്. സോ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കുന്ന ബേസിക് സയൻസുകൾ തീർച്ചയായിട്ടും എന്തിന് ഹെൽപ്പ് ആവും, മെയിൻസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഗ്രി ലെവൽ മെയിൻസ് എഴുതുമ്പം ഈ സയൻസിന്റെ പോർഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ബേസിക്സ് നമ്മൾ ആദ്യമേ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മെയിൻസിന് കിട്ടുന്ന ടൈം, പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ആ ഒരു സയൻസ് സബ്ജക്റ്റുകളെ അഡ്വാൻസ്ഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. സോ ഈ രീതിയിൽ എന്ത് ചെയ്യാം, സയൻസിനെ കമ്പൈൻ ചെയ്യാം. ഇവിടെ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ്
10 മാർക്കിന് സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന ഈ ഒരൊറ്റ ടോപ്പിക്ക്, ഈ ടോപ്പിക്ക് പൊതുജനാരോഗ്യം 10 മാർക്കിന് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ സെയിം സാധനം നമുക്ക് ഡിഗ്രി ലെവൽ മെയിൻസിലും നമുക്ക് ഉപയോഗപ്പെടും. ഡിഗ്രി ലെവൽ മെയിൻസിൽ പൊതുജനാരോഗ്യം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ബേസിക്സ് പഠിച്ചു വെക്കുമ്പോൾ, ബേസിക്സ് സ്ട്രോങ് ആക്കി വെക്കുമ്പോൾ നമുക്ക് അത് ഡിഗ്രി ലെവൽ മെയിൻസിലേക്ക് പോകുമ്പോൾ നമുക്കത് ഒരു ഫൗണ്ടിങ് സ്റ്റോൺ ആണ്. നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെയിൻസിൻ്റെ എക്സാം ആകുമ്പോഴേക്കും ഒന്നും കൂടി കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ വരുത്തി ഒന്നും കൂടി ഇച്ചിരി കൂടി അപ്ലൈഡ് ലെവലിലേക്കും കുറച്ചും കൂടി ഹയർ ലെവലിലേക്കും അതിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇവിടെ നമുക്ക് ബേസിക്സ് സ്ട്രോങ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മുടെ മാത്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മാത്സിന് 20 മാർക്കുണ്ട്. അപ്പറേ എന്തുണ്ട്, അപ്പറേ നമ്മുടെ പ്രിലിംസിനും മാത്സിന് 20, ഡിഗ്രി ലെവൽ പ്രിലിംസിനും മാത്സിന് 20 മാർക്കാണുള്ളത്. സോ അവിടെ പഠിക്കുന്ന മാത്സ് നമ്മൾ ഈ രണ്ട് മാത്സിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ സിലബസ് നോക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ബാക്കി വരുന്ന പരീക്ഷകളെ നന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അവിടെ വരുന്നൊരു വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകളെ പഠിക്കുമ്പം വളരെ ഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ പഠിക്കും. അത്രയും ഒരു ഡെപ്ത് ലെവലിലേക്ക് നമുക്ക് LGSന് പോവേണ്ടതില്ല. അപ്പം നമുക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പഠിക്കുമ്പം ഒരുപാട് ഡെപ്ത് ലെവലിൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലരുണ്ട് ഒരൊറ്റ പഠിത്തം അങ്ങ് പഠിക്കും, നേരെ പോയിട്ട് ഹയർ ലെവലിൽ അങ്ങ് പഠിച്ചു കളയും. ബേസിക്സ് ഒന്നും ഉണ്ടാവുക പോലും ഇല്ല, നേരെ പോയിട്ട് മുകളിലുള്ള കാര്യങ്ങൾ പഠിക്കും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫൗണ്ടേഷനൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി, ബേസിക്സ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആക്കി എന്ത് ചെയ്യുക, ഹയർ ലെവലിലേക്ക് പഠിച്ചു പോവുകയാണെങ്കിൽ അത് നമുക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ഹെൽപ്ഫുൾ ആകും. ഇനി 10th ലെവലാണെങ്കിലും +2 ലെവലാണെങ്കിലും അങ്ങനെയുള്ള മറ്റു പരീക്ഷകൾക്ക്, LGS പോലുള്ള പരീക്ഷകൾക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. ഇനി ഈ രണ്ട് പൊസിഷൻ, ഈ രണ്ട് എക്സാംസിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റെഫർ ചെയ്യേണ്ട കുറച്ച് ബുക്കുകളെയും കൂടി പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ബൈബിൾ, PSC പഠിക്കുന്നവരുടെ എല്ലാവരുടെയും ബൈബിൾ എന്ന് പറയുന്നത് തീർച്ചയായും ടെക്സ്റ്റ് ബുക്കുകളാണ്. നമ്മൾ LGS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പം തീർച്ചയായിട്ടും റെഫർ ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. SCERT ടെക്സ്റ്റ് ബുക്കുകൾ. SCERT ടെക്സ്റ്റ് ബുക്കുകൾക്ക് ഏതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുകളാണ് നോക്കേണ്ടത് എന്ന്, ഏതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുകളാണ് നോക്കേണ്ടത് എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു LGS എക്സാമിന് വേണ്ടിയിട്ട് ഏതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കണം എന്നുള്ളത്, ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. സോ കൃത്യമായിട്ട് ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ആ ഒരു SCERT ടെക്സ്റ്റ് ബുക്കുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, LGSന് വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് വരുമ്പം അതൊരു ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ റീഡിങ്ങും കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള റീഡിങ്ങും ആവശ്യമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ NCERT ടെക്സ്റ്റ് ബുക്കുകളും കൂടി റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ജോഗ്രഫി പഠിക്കുമ്പോൾ നമുക്ക് +1ലെയും +2ലെയും NCERT ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചാൽ മാത്രം മതിയാകും ജോഗ്രഫിക്ക്. കാരണം അത്രയും നല്ല രീതിയിൽ എന്തിനെ പറ്റി എഴുതിയിട്ടുണ്ട്, ജോഗ്രഫീൻ്റെ എല്ലാ കണ്ടന്റും ഈ 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും NCERT ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അപ്പോൾ 11ാം ക്ലാസ്സിലാണെങ്കിലും 2 വോള്യൂം ആയിട്ടാണ് വരുന്നത്. 11ാം ക്ലാസ്സിലെ 2 വോള്യൂം, ഒന്ന് ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫിയും മറ്റൊന്ന് ഇന്ത്യൻ ജോഗ്രഫിയും, ഈ 2 ടെക്സ്റ്റ് ബുക്കുകളിലും കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും അതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മാത്രം മതിയാകും ജോഗ്രഫി പഠിക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ജോഗ്രഫി അത്യാവശ്യം നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള SCERTകളിൽ വായിക്കുന്ന സോഷ്യൽ സയൻസിലുള്ള പ്രധാനപ്പെട്ട ടേബിൾസും ചാർട്ടുകളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ലക്ഷ്മികാന്ത് വായിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട SCERT ചാപ്റ്ററുകളും കൂടി വായിച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗം നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. ലക്ഷ്മികാന്ത് ഒക്കെ വായിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് കമ്പനി ബോർഡ് LGSൻ്റെതും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറ്റ് എ ടൈം നിങ്ങൾ ഈ 2 പരീക്ഷയ്ക്കും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് എന്ന് ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കൂ, അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുന്നു. അടുത്തത് ഇക്കണോമിക്സ് ആണ്. ഇക്കണോമിക്സിൽ ഇപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ ശങ്കർ ഗണേഷിന്റെ ബുക്കും അത്യാവശ്യം നല്ലൊരു ബുക്കാണ്. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ബുക്കാണ് ശങ്കർ ഗണേഷിന്റെ ഇന്ത്യൻ എക്കോണമി എന്നുള്ള ടെക്സ്റ്റ്. അപ്പോൾ അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ
NCERT ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാം. അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനിയിപ്പം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്പെക്ട്രം എന്നൊരു ബുക്കുണ്ട്, അതും എന്ത് ചെയ്യാവുന്നതാണ്, അതും വായിക്കാവുന്നതാണ്. അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഏറ്റവും ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ഒരു അടിപൊളി ബുക്ക് തന്നെയാണ് സ്പെക്ട്രം എന്നുള്ള ബുക്ക്. സോ അതും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സയൻസിൽ നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്കുകൾ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മുടെ സയൻസിന്റെ പോർഷൻസ് നോക്കിയാൽ അതിലെ ടേബിൾസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് 2 പരീക്ഷയ്ക്ക്, ഇപ്പോൾ കമ്പനി ബോർഡിനാണെങ്കിലും അതുപോലെ തന്നെ LGS കമ്പനി ബോർഡ് അസിസ്റ്റന്റിനാണെങ്കിലും LGSനാണെങ്കിലും ഈ 2 പരീക്ഷകൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 2 പരീക്ഷയും നിങ്ങൾക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. എപ്പോഴും നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ പഠിക്കുക. അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ, അവിടെ പഠിക്കുന്ന പല കാര്യങ്ങളും മറ്റെല്ലാം, ഇപ്പം നമുക്ക് കമ്പനി ബോർഡ് LGS എന്ന് മാത്രമല്ല മറ്റെല്ലാ എക്സാംസിനും എന്തുകൊണ്ടും യൂസ്ഫുൾ ആകുന്നതാണ്. പിന്നെ അവിടെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോകരുത്. അതും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള നോളജും കൂടി, നിങ്ങൾ കോൺസെപ്ച്വൽ നോളജ് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബേസിക് ഫാക്ച്വൽ ആയിട്ടുള്ള നോളജും കൂടി നിങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പും കൂടി നിങ്ങൾ വരുത്തണം. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്താലും അത് നല്ലതായിരിക്കും. LGS ഒക്കെ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ PYQs നല്ല രീതിയിൽ തന്നെ, എത്ര PYQs നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും PYQs വർക്കൗട്ട് ചെയ്യുക. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, നമുക്ക് മലയാളവും ഇംഗ്ലീഷും കമ്പനി ബോർഡ് LGSൽ ഇല്ല, എന്നാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലുണ്ട്. സോ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒക്കെ എപ്പോഴും എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമാക്കുക. അപ്പോൾ മാത്സ് ആണെങ്കിലും മാത്സ് നിങ്ങൾക്ക് ഈ 2 പരീക്ഷയ്ക്കും ഒരുപോലെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും കൂടി നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ 2 പരീക്ഷനും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം ഇപ്പം നിങ്ങൾ LGS മാത്രമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇനി നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷ മാത്രം നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇവിടെ SCERT ടെക്സ്റ്റ് ബുക്കുകളും NCERT ടെക്സ്റ്റ് ബുക്കുകളും അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് ബുക്കുകളും കൂടി വായിച്ചു നോക്കുക. സ്റ്റാൻഡേർഡ് ബുക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മികാന്തിന്റെ ഒക്കെ ബുക്ക് പോലത്തെ അത്തരം ബുക്ക്, ലക്ഷ്മികാന്ത്, സ്പെക്ട്രം പോലുള്ള ബുക്കുകളെയാണ് സ്റ്റാൻഡേർഡ് ബുക്കുകൾ എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു രീതിയിൽ പോവുക. ഇനി 2 പരീക്ഷേനെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെയുള്ളവരായിരിക്കും ഈ കൂടുതലും ഈ വീഡിയോ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഡിഗ്രി ലെവലിലെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിക്കുക. അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, LGSനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു 2 പോസ്റ്റുകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ വരാനിരിക്കുന്ന എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകളെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകളും കൺസേൺസും, ഇതെങ്ങനെ പഠിക്കണം, എന്ത് സ്ട്രാറ്റജിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാൽ പ്രിലിംസ് ക്ലിയർ ആകാം, മെയിൻസിലോട്ടേക്ക് എങ്ങനെ ഇപ്പോഴേ മെയിൻസ് പഠിച്ചു തുടങ്ങണോ എന്ന് തുടങ്ങി നിരവധി സംശയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന 15-ാം തീയതി ഒരു വെബിനാറുമായിട്ട് വൈകുന്നേരം 6 മണിക്ക് ഞാൻ എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ആ വെബിനാറിൽ നിങ്ങൾക്ക് ഫ്രീ രജിസ്ട്രേഷൻ ആണ്, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരെയും വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളും കൺസേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളെല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. കുറേ പേരൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, കുറേ പേരൊക്കെ കൺഫ്യൂഷൻ അടിച്ച് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാച്ച് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫൗണ്ടേഷൻ, നമ്മളെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു ഡിഗ്രി ലെവൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ മെന്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സിന്റെ PDF നോട്ടുകളും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസും ഒക്കെ, അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസും PYQ ബേസ്ഡ് ക്ലാസ്സസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്